ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം പീഡനത്തിന്റെ ഒരു കാലം വന്നു നമ്മുടെ 2024. എല്ലാവർക്കും അറിയാലോ, കഴിഞ്ഞ ഇടങ്ങളിൽ നമ്മുടെ മലയാള സിനിമയിൽ ഭയങ്കരമായിട്ട് മിക്ക നടികളും വന്നിട്ട് പഴയ കാലത്തെ, അതായത് ഒരു 6-7 വർഷം മുമ്പത്തെ ഓരോ പീഡന കേസുകളും വന്നിട്ട് ഇപ്പം വന്നിട്ട് പറയുന്നത് എന്നെ അവര് പീഡിപ്പിച്ചു, ഇവര് പീഡിപ്പിച്ചു. നമുക്കറിയാം, ജയസൂര്യയുടെ കേസ് കിട്ടറിയാം, സിദ്ദിഖിന്റെ കേസ് കിട്ടറിയാം, നിവിൻ പോളിയുടെ കേസ് കിട്ടറിയാം. അങ്ങനെ നിരവധി കേസ് കിട്ടും നമുക്കറിയാം. പക്ഷെ ഇവരുടെ ആരുടെയും കേസിൽ പോയിട്ടൊന്നും ഇതുവരെ നമുക്ക് ഇതിനകത്ത് നീതിയൊന്നും കിട്ടിയിട്ടില്ല. അതായത് അവർ ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒന്നുമില്ല. കുറെ ഹേമ കമ്മിറ്റി എന്ന കുറെ സംഭവമൊക്കെ ഉണ്ടായിട്ടും എന്തെങ്കിലും പ്രയോജനം വല്ല ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. സിദ്ദിഖിന്റെ കാര്യത്തിൽ എങ്ങാണ്ട് കുറച്ചൊക്കെ ഏതാണ്ടൊക്കെ കിട്ടി. നമ്മുടെ നിവിൻ പോളിയുടെ കാര്യത്തിൽ എന്തുവായിരുന്നു, കുറെ നടികന്മാർ വന്നിട്ട് കുറെ കേസ് കൊടുത്തു. എന്നിട്ട് നിവിൻ പോളിയുടെ ധൈര്യത്തിൽ വന്നിട്ട് പ്രസ് മീറ്റിംഗ് ചെയ്തപ്പോഴത്തേക്ക് അതെല്ലാം ഒന്ന് പൊളിഞ്ഞു. എന്നിട്ട് അവസാനം പറയുന്നത്, അയ്യോ എനിക്കറിയത്തില്ല, അത് മറന്നുപോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഉപ്പും മുളകിലെ നമ്മുടെ ബിജു സോമാനും പിന്നെ SP ശ്രീകുമാറും, ഇവർക്ക് രണ്ടുപേർക്കെതിരെ ഇപ്പം ലൈംഗിക പീഡനത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഒരു നടി എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ നടി ആരാന്ന് നമ്മളോട് വെളിപ്പെടുത്തിയിട്ടില്ല, ആരാന്ന് ഒന്നും കാണിച്ചിട്ടില്ല. ഇവരെ ഫോട്ടോസ് മാത്രം എടുത്ത് ന്യൂസിൽ വെച്ചിട്ട് ഭയങ്കര പ്രചരണമാണ്. ഇത് സത്യമാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, മലയാള സിനിമയില് നടന്മാർക്കെതിരെ ഒരുപാട് കേസുകൾ ഇത് വന്ന. അപ്പൊ ഇത് നമുക്ക് സത്യമാണെന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബുദ്ധിമുട്ടായിരിക്കണം എന്നല്ല, ബുദ്ധിമുട്ടാണ്. എങ്ങനെ വിശ്വസിക്കും? ഇത് കള്ളക്കേസാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയും? ഒന്നും അറിയാതെ ഇതൊക്കെ ന്യൂസിൽ ഇത്രയും പ്രസിദ്ധമാക്കി ഇട്ട് കഴിഞ്ഞാലും മറ്റാൾക്കാരെയൊക്കെ കാണുന്ന ആൾക്കാർ, കുറച്ച് ആൾക്കാർ വിശ്വസിക്കും, കുറെ ആൾക്കാർ വിശ്വസിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ അവരുടെ കുറെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവരുടെയൊക്കെ ചാനലൊക്കെ പേജ് തന്നെ എടുത്ത് നോക്കിയിട്ട് കുറെ ആൾക്കാർ അവരെ നെഗറ്റീവ് പറയുന്നുണ്ട്. ഇത് സത്യമാണോ അല്ലയോ എന്നറിയാതാണ് പറയുന്നത്. ഈ ന്യൂസുകാർ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇത് സത്യാവസ്ഥ എന്തുവാണെന്നറിയാതെ വന്നിട്ട് ചെയ്യുന്നതോട് എനിക്ക് താല്പര്യമില്ല. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ ആ നടി ആരാന്ന് എന്തുവാന്ന് പോലും, ഫോട്ടോ പോലും, അല്ലെങ്കിൽ ആ നടി വന്ന് ന്യൂസ് ചാനലുകാരോട് പറയുന്ന ഒന്നും വന്നിട്ടില്ല. ഇവർക്കെതിരെ വന്നതിന്റെ നമുക്ക് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. സംഭവം നമുക്ക് ഏതായാലും ഒന്ന് കണ്ടു നോക്കാം. ലൈംഗിക അതിക്രമമെന്ന് പരാതി. നടന്മാരായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, ഉയർന്ന പരാതി എന്താണ്, നടപടി എന്താണ്? ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട്. ഇത് ആത്യന്തികമായി SIT പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ ഇപ്പം അവര് പറയുന്നത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഹേമ കമ്മിറ്റി, ഞാൻ പറഞ്ഞതിന് മുമ്പേ ഹേമ കമ്മിറ്റിയുടെ കാര്യം പറയാതിരിക്കുന്നില്ല. അവരെ കൊണ്ട് ഒരു കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മറ്റേ നടന്മാരുടെ കേസ് തോന്നുന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുറെയൊക്കെ ഏതാണ്ട് ചെയ്തു, പിന്നെ ഒന്നും അവരുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല. കാരണം ഹേമ കമ്മിറ്റി എന്നത് ആ ഒരു സംഭവം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അവരെ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടോന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബാക്കി കേട്ടോ, ിക്കപ്പെട്ട SIT തന്നെ ഇത് അന്വേഷിക്കും. ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അതിലാണ് ബിജു സോമാനം, അതോടൊപ്പം തന്നെ SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത്, മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരാളാണ് ചെയ്തിരിക്കുന്നത്, ആ സമയത്ത് തന്നെ മറ്റൊരാൾ ഭീഷണി നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എന്തോന്നാണ്? ഇതൊക്കെ ഉള്ളത് തന്നെയാണോ ഈ പറഞ്ഞുണ്ടാക്കുന്നത്? എനിക്കറിയത്തില്ല. ഒരാളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞുണ്ടാകും. ഓക്കെ, ഇത് ഇപ്പം സത്യമാണെങ്കിൽ ഓക്കെ, ഇതിനകത്ത് ന്യായം ഉണ്ടെന്ന് പറയാം. ഇത് സത്യം ഇല്ലെങ്കിൽ ഈ കേസ് തിരിച്ച് അവർക്കെതിരെ പോകും. പെണ്ണിനെതിരെ ഇപ്പൊ നടി എന്ന ആ നടിക്കെതിരെ തിരിച്ച് കേസെടുക്കുമോ? ഒരിക്കലും ഇല്ല, നടക്കത്തില്ല. നമ്മുടെ നിയമം നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. എന്ത് പറഞ്ഞാലും ആണുങ്ങൾക്കാണ് പ്രശ്നം. പെണ്ണുങ്ങളുടെ ഭാഗത്ത് എപ്പോഴും ന്യായമായിട്ട് കാണുന്നതാണ് നമ്മുടെ സമൂഹവും അല്ലെങ്കിൽ നമ്മുടെ ഈ നിയമങ്ങളും. അതാണ് ചെറിയൊരു നിസ്സാര കേസ് കിട്ടാന്ന് പറഞ്ഞാൽ പോലും ആണുങ്ങൾക്കാണ് പ്രശ്നം. പെണ്ണുങ്ങൾക്ക് യാതൊരു വിഷയവും അതിൽ സത്യം ഉണ്ടോ ഇല്ലയോ ഒന്നും പോലും നോക്കാറില്ല. ബാക്കിയുടെ കണ്ടോട്ടെ.
ാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ എഫ്ഐആർ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇനി കേസ് SITക്ക് കൈമാറും. നേരത്തെ SIT ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് 33ഓളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ്. എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവകരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ സെറ്റിൽ തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അത് വളരെ ഗൗരവതരം തന്നെയാണ്. ശരിയാണ്, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. കാരണം സെറ്റിൽ നല്ലത് എവിടാന്ന് പറഞ്ഞാൽ ഇപ്പം ലേഡീസിനെതിരെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട കടമയുണ്ട്. അത് അവിടെയുള്ള ആൾക്കാരായാൽ പോലും അല്ലെങ്കിൽ നടിയായാലും അല്ലെങ്കിൽ സെറ്റിലുള്ള ഏത് ഇപ്പം നടിയെന്നല്ല ആരായാൽ പോലും അവർ പരാതി കൊടുക്കുവാണ്. വളരെയായിട്ട് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് നല്ലതായിരിക്കും എന്നേ ഞാനും പറയത്തുള്ളൂ. ബാക്കിയുടെ കണ്ടുനോക്കാം. വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണോ അതിന്റെ ഒരു സമയം, അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനാകും? സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാന കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് പറയുന്നത് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു സോപാനത്തിനെതിരെയാണ്. അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി SP ശ്രീകുമാർ എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം. എന്തായാലും ഈ രണ്ടു പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഞാനും പറയുന്നത് വെച്ചാൽ കേസ് എടുക്കണ്ടെന്നല്ല, കേസ് എടുത്തതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷേ ഇതില് എന്തുവാ പറയുന്നത്, സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ വന്നിട്ട് എല്ലാവരും വന്ന് ഈ പറയുന്നത് വലിച്ചു കീറുന്ന ഈ പരിപാടി അത് നിൽക്കേണ്ടതാണ്. കാരണം ഇപ്പം ഇതിലിപ്പോ ഇവരുടെ ഭാഗത്ത് തെറ്റില്ല. ഇപ്പൊ നടി എന്ന പറഞ്ഞ പുള്ളിക്കാരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും ഈ കേസ് എന്തായാലും തിരിച്ച് ഇപ്പം കള്ളക്കേസ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് തിരിച്ച് പെണ്ണിനെതിരെ കേസ് പോകും, അല്ലെ ആ നടിക്കെതിരെ കേസ് പോകും. ഇന്നേ വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ഇടയ്ക്കെല്ലാം ഞാൻ പറഞ്ഞത് ഇതുപോലെ നടന്മാർക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് തിരിച്ച് ഇതുവരെയായിട്ട് അവർക്കെതിരെയായിട്ട് കേസോ അല്ലെങ്കിൽ ഇവരെന്തിനാണ് കള്ളക്കേസ് ഉണ്ടാക്കിയത്, എന്തിനാണ് ഇത്ര നടന്മാർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ഒരു സിനിമ ഇൻഡസ്ട്രി അതിനെ നശിപ്പിക്കാൻ നോക്കിയ ആൾക്കാർ അത് എന്തിനാണ് എങ്ങനെയാണ് അല്ലെ ഇതിന് കൂടാലോചന വേറെ ആൾക്കാരുണ്ടോ എന്നൊന്നും പോലും ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് പോലുമില്ല. അപ്പം അങ്ങനൊന്നും അന്വേഷിക്കാതെ ഈ ഒരു കേസ് കിട്ടും അതേപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ഇവരുടെ പേര് വന്നിട്ട് ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവർ തെളിയിക്കുവാണെങ്കിൽ തിരിച്ച് ഈ കേസ് പോകത്തില്ല. അതായത് പരാതി കൊടുത്ത ആൾക്കെതിരെ റിട്ടേൺ ഈ കേസ് പോകത്തില്ല. നിങ്ങൾ എന്തിനാണ് പരാതി കൊടുത്തത്, നിങ്ങൾ എന്തിനാണ് കള്ളക്കേസ് കൊടുത്തത് എന്ന് പറഞ്ഞ് പോകത്തില്ല. ഇതാണ് ഏക ഒരു കുഴപ്പം എന്ന് പറയേണ്ട ഒരു കാര്യം. നമ്മളൊരു കാര്യം ഒന്നും അറിയാതെ കേൾക്കാതെ വന്നിട്ട് ചുമ്മാ ഒരാളെ കുറ്റപ്പെടുത്തരുതെന്ന് ഞാൻ പറയുന്നത്. ശരിയാണ്, നമ്മൾ ന്യൂസിൽ കണ്ടു അത് ന്യൂസിൽ ഒരു നടി പറഞ്ഞു. അങ്ങനെ ആ നടിയെ കണ്ടിട്ടും ഇല്ല, അങ്ങനെ ഒരു നടി അവിടെ ന്യൂസിൽ വന്ന് പറയുന്നും ഇല്ല. ഒരു നടി എന്ന് മാത്രം, നടിയുടെ പേരും അവിടെ പറഞ്ഞിട്ടില്ല. എന്തോ ആയിക്കോട്ടെ, ഓക്കെ, ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ തിരിച്ചു കേസെടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ നടക്കത്തില്ല. കാരണം നമ്മുടെ നിയമങ്ങളും നമ്മുടെ സമൂഹവും നമുക്കറിയാവുന്ന കാര്യമാണ്. ആണുങ്ങൾക്ക് എന്ത് ചെറിയൊരു പ്രശ്നം ചെയ്താലും അത് ആണുങ്ങൾക്കാണ് പ്രശ്നം, പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും. പിന്നെ അതിൽ പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും